കുറവിലങ്ങാട് പള്ളിയിൽ 8 നോമ്പിലെ പരിശുദ്ധ കുർബാന മധ്യേ ലഹരി മാഫിയക്കെതിരെ തലമുറകൾ ജാഗ്രത പുലർത്തണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രസ്താവിച്ചപ്പോൾ പിതാവ് പറയാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തുറങ്കിലടയ്ക്കാൻ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ ഒരു പറ്റം സമാധാന മതസ്ഥരും ഇടത് വലത് രാഷ്ട്രീയക്കാരും. എന്നാൽ ആ അജപാലക ശ്രേഷ്ഠൻ അന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ആരെയും ഇകഴ്ത്താനോ കുറച്ചു കാണിക്കാനോ ആയിരുന്നില്ലെന്നും മറിച്ച് ആസന്നമായിരുന്ന ഒരു ഭീകരതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്താൻ മുന്നറിയിപ്പ് തന്ന പ്രവാചക ശബ്ദമായിരുന്നു എന്നതും ഇപ്പോൾ അച്ചിട്ടായി വെളിപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് അന്ന് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി പാലാ പിതാവിനെ ജയിലിലടയ്ക്കണമെന്ന് വിളിച്ചുകൂവിയത്. അതിനാൽ ധാർമ്മികതയുണ്ടെങ്കിൽ പാലാ പിതാവിനോട് അദ്ദേഹം ഇപ്പോൾ മാപ്പ് പറയുകയാണ് വേണ്ടത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്രൈസ്തവ സഭകളും സംഘടനകളും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ലഹരി മാഫിയെക്കുറിച്ചും അവരുടെ ഓപ്പറേഷനുകളെക്കുറിച്ചും നാർക്കോട്ടിക് പ്രണയ കെണികളെക്കുറിച്ചും കേരള സമൂഹത്തിന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു. ആ മുന്നറിയിപ്പുകളെല്ലാം കാലാന്തരത്തിൽ അച്ചിട്ടായി മാറി. ലഹരിക്കടിമകളായ യുവതലമുറ നടത്തുന്ന അക്രമങ്ങളും കൊള്ളകളും കൊലപാതകങ്ങളും കേരളത്തിൽ തുടർക്കഥയായിരിക്കെ ഇരിക്കപ്രതിയില്ലാതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പ്രതിരോധ നടപടികളുമായി ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ലഹരിക്കേസിൽ ഏറെ വിവാദമായതും തെളിവില്ല എന്ന് പറഞ്ഞ് അധികാരികളടക്കം തള്ളിക്കളഞ്ഞതുമായ ഒരു കാര്യമാണ് പ്രണയത്തിലൂടെ ലഹരിക്കണിയിലേക്ക് പെൺകുട്ടികളെ വീഴ്ത്തിക്കളയുന്നു എന്നുള്ളത്. എന്നാൽ പെൺകുട്ടികളെ പ്രണയക്കണിയിൽ വീഴ്ത്തിയിട്ട് അവർക്ക് ജ്യൂസിൽ മാരകമായ സിന്തറ്റിക് രാസലഹരി കലർത്തിക്കൊടുത്ത് എന്നേക്കുമായി ലഹരിക്ക് അടിമകളാക്കി കളയുന്ന ഒരു ലഹരി മാഫിയ തന്നെ തൃശൂർ കേന്ദ്രമാക്കി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. വടക്കാഞ്ചേരിയിലെ ഒരു നല്ല കുടുംബാംഗമായ ഷഹബാസ് 10ാം ക്ലാസ് പഠനകാലത്ത് കഞ്ചാവിൽ തുടങ്ങിയ ലഹരി ഉപയോഗം രാസലഹരിയിൽ എത്തിയെങ്കിലും സുവർദ്ധകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യക്ഷമമായ ഇടപെടലിൽ അതിൽ നിന്ന് മോചനം നേടി വരികയും ചെയ്യുന്നയാളാണ്. മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മുഖം മറയ്ക്കാതെയും തികച്ചും സുബോധത്തോടെയും ഷഹബാസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അരക്കെട്ടുറപ്പിക്കുന്നത് നമ്മുടെ തലമുറകളുടെ മേൽ ആകമാനം ലഹരി മാഫിയ നാശത്തിന്റെ കരിനിഴൽ പടർത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്തിയതിനു ശേഷം അവരെ പ്രണയ സല്ലാപത്തിനായി ക്ഷണിക്കുകയും അവിടെ വെച്ച് ലൈംഗിക വികാരം ഉണർത്തുന്ന രീതിയിലുള്ള രാസലഹരി ക്യാപ്സൂൾ അവരറിയാതെ ജ്യൂസിൽ കലർത്തി നൽകി മനസ്സും ശരീരവും നശിപ്പിച്ച് പെൺകുട്ടികളെ ഒരിക്കലും ഊരിപ്പോകാനാകാത്ത വിധത്തിൽ അവരെ ട്രാപ്പിൽ പെടുത്തുകയാണ് ലഹരി മാഫിയ ചെയ്യുന്നതെന്നും ഇത്തരത്തിൽ ലഹരിക്കണിയിൽ പെട്ടുപോയ നിരവധി പെൺകുട്ടികളെയും സ്ഥിരമായി രാസലഹരി ഉപയോഗിക്കുന്ന ആൺകുട്ടികളെയും തനിക്ക് അറിയാം എന്നുള്ള വെളിപ്പെടുത്തലാണ് കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഷഹബാസ് നടത്തിയിരിക്കുന്നത്. 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിലിലായപ്പോഴും ജയിലിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ലഹരി എറിഞ്ഞു തരാൻ വരെ ഏജന്റുകൾ എത്തിയെന്നും ഷഹബാസ് വെളിപ്പെടുത്തുമ്പോൾ ഡർട്ടി ബിസിനസ് എന്ന് പണ്ടേ പറഞ്ഞു കേട്ട മാരക തിന്മകളുടെ വ്യാപാരത്തിന്റെ പങ്ക് പറ്റുന്ന ജയിലധികാരികളും ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് ഭയത്തോടെ ആശങ്കപ്പെട്ടു പോവുകയാണ്. ഇത് തന്നെയാണ് കേരള സമൂഹമേ കഴിഞ്ഞ കുറെ നാളുകളായി ക്രൈസ്തവ സഭകൾ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണയക്കെണിയിൽപ്പെട്ട് MDMAയുമായി ചില ചെറുപ്പക്കാർ അറസ്റ്റിലാകുമ്പോൾ അവർക്കൊപ്പം സ്ഥിരമായി ക്രൈസ്തവ ഹൈന്ദവ നാമധാരികളായ പെൺകുട്ടികളും പിടിക്കപ്പെടുന്നത് കേരളത്തിൽ തുടർക്കഥയായിരിക്കുകയാണ്. ചില നാളുകൾക്കപ്പുറത്ത് യൂനസ് റസാഖ് എന്ന ചെറുപ്പക്കാരനോടൊപ്പം തൊടുപുഴയിൽ MDMAയുമായി പിടിയിലായ അക്ഷയ ഷാജി എന്ന 22കാരി ഇവൻ എന്നെ ചതിച്ചതാണേ എന്ന് അലറിക്കരയുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. പാലക്കാട് നിന്ന് MDMAയുമായി അൻഷാബ് എന്നയാൾ പിടിയിലായപ്പോൾ കൂട്ടത്തിൽ ആൻസി എബ്രാഹിം എന്ന പെൺകുട്ടിയുണ്ടായിരുന്നു. അതിനു പിന്നാലെ എത്രയെത്ര അക്ഷയ ഷാജിമാരും ആൻസി എബ്രാഹിമുകളും ലഹരി മാഫിയയുടെ ആസൂത്രിത കെണിയിൽപ്പെട്ട് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. കോഴിക്കോട് സരോവരം പാർക്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച് നഗ്നദൃശ്യം വീഡിയോ പിടിച്ച വാർത്തകൾ ഉൾപ്പെടെ നിരവധി വാർത്തകളും പുറത്തു വന്നു. എന്നിട്ടും നമ്മുടെ തലമുറ ലഹരിക്കണിയിൽ പെട്ടിരിക്കുന്നു എന്ന സത്യം അംഗീകരിക്കാനോ അതിന് പിന്നിലെ മതപരമായ ലക്ഷ്യങ്ങളോടെയുള്ള ചിലരുടെ തീവ്രവാദ അജണ്ട പുറത്തു കൊണ്ടുവരാനോ
നടപടികൾ എടുക്കാനോ മടിക്കുന്ന അധികാരികൾ ഈ വടക്കാഞ്ചേരിക്കാരൻ ഷഹബാസിന്റെ വെളിപ്പെടുത്തലിന് സമാധാനം പറഞ്ഞേ തീരൂ.